ഇസ്രയേലിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണം. ഇറാന്റെ ആക്രമണം സ്ഥിരീകരിച്ച് ഇസ്രയേൽ സേന. ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വജിത്ത്, സിറിയയിൽ നയതന്ത്ര കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടക്കുന്നു. അത് ഏപ്രിൽ 1 സംഭവിച്ചു. 2 സേനാംഗങ്ങളാണ് അന്ന് ജനറൽമാർ അന്ന് കൊല്ലപ്പെടുന്നു. അപ്പോൾ അതിനൊരു പ്രതികാരം ഉണ്ടാവുമെന്ന് വെള്ളിയാഴ്ച ഇറാൻ അറിയിച്ചിരുന്നു. എന്തായാലും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് 48 മണിക്കൂറിനുള്ളിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. പശ്ചിമേഷ്യയെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്നു ഈ ഒരു പ്രഖ്യാപനം. ഇപ്പോൾ അവർ തിരിച്ചടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 48 മണിക്കൂറായി പശ്ചിമേഷ്യ ഒരു യുദ്ധമുഖത്ത് അല്ലെങ്കിൽ യുദ്ധ ഭീതിയിലായിരുന്നു എന്ന് പറയാം. അതേ സാഹചര്യം തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞ പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. 200ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ മിസൈൽ ആക്രമണത്തിൽ കാര്യമായൊരു ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഒരു കുട്ടിക്ക് പരിക്കേറ്റതായും ഒടുവിൽ റിപ്പോർട്ട് വരുന്നു. അതിൽ കവിഞ്ഞൊരു ആൾനാശം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഏതായാലും തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ഒരു യുദ്ധ ഭീതിയിലേക്ക് തന്നെയാണ് പശ്ചിമേഷ്യ പോകുന്നത് എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ സഖ്യരാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടല്ലോ അശ്വജിത്ത്, അതിനെക്കുറിച്ച് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സന്ധ്യ, തീർച്ചയായും ഈ സാഹചര്യം സ്ഥിതിഗതികളൊക്കെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ തീവ്രമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ രാത്രിയിലെ ആക്രമണം അമേരിക്ക പ്രത്യേകിച്ച് അത് വിലയിരുത്തുന്നുമുണ്ട്. പൂർണ്ണമായും ഒരു ആക്രമണത്തിലേക്ക് പോകാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എങ്ങനെ അത് പ്രതിരോധിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ സഖ്യ രാജ്യങ്ങളും അതിലേക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സഖ്യ രാജ്യങ്ങളും നടത്തുന്നത്. ഏതായാലും തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ഏത് തരത്തിലായിരിക്കും തിരിച്ചുള്ള ആക്രമണം എന്നതാണ് ഏറ്റവും പ്രധാനം.